السلام عليكم ورحمة الله. إن الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. എഴുതിയിരിക്കുന്ന ആദരണീയനായ ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മധീരരായ ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരങ്ങളെ, സംവാദങ്ങളെ പാടെ നിരാകരിച്ചും ചിന്തകൾക്കും ആലോചനകൾക്കും കൂച്ചുവിലങ്ങുകൾ ഏർപ്പെടുത്തിയും മുന്നോട്ടു പോകുന്ന ആധുനിക യുഗത്തിൽ ഇത്തരത്തിലുള്ള ആദർശ സംരംഭങ്ങൾ ഒരു നവോത്ഥാന കാഴ്ചപ്പാടായി മനസ്സിലാക്കുകയാണ്. ആദർശ പ്രബോധന രംഗത്ത് സജീവമായി കർമ്മധീരമായി മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കേണ്ടതില്ല. കസേര കളിക്കാരുടെ ഫത്വകൾ സമൂഹത്തിൽ വരുത്തി തീർക്കുന്ന ഫിത്നകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ വ്യതിയാനത്തിൻ്റെ വിഷബീജങ്ങളെ കുത്തിവെച്ച് സമൂഹങ്ങളിൽ നിന്ന് വ്യതിയാനത്തിൻ്റെ മൂളിപ്പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അജയ്യമായ ആദർശവും വ്യതിയാനങ്ങളില്ലാത്ത ആദർശവും നമ്മുടെ കൂടെ തന്നെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും മുന്നോട്ട് പോകാനും നാം തയ്യാറാവേണ്ടതുണ്ട്. മൊല്ലമാരും മുഫ്തിമാരും പുരോഹിതന്മാരും മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളുടെയും ഫത്വകളുടെയും പിന്നാലെ കണ്ണും ചിമ്മിപ്പായുന്ന ഒരു ചിന്താധാരക്കപ്പുറത്തേക്ക് വിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളെയും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെയാണ് നാം ഓരോരുത്തരും വാർത്തെടുക്കേണ്ടത്. ജിന്നൂനിസത്തിന്റെ സിറിഞ്ചുകൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ശരീരത്തിലേക്ക് പോലും കുത്തിവെച്ച് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ മാറാലക്കെട്ടുകൾ ഉണ്ടാക്കി തീർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെതിരെ പ്രതിരോധം തീർക്കാൻ അവർക്കെതിരെ കൃത്യമായ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകാൻ ചങ്കുറപ്പുള്ള ഒരു യുവതലമുറ, ഒരു ഇളം തലമുറ ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ട് എന്നാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നേരത്തെ സലാഹുദ്ദീൻ മദനി സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലർക്കൊക്കെ സംശയമുണ്ട്, എന്തിനാണ് നമ്മൾ ആദർശ സമ്മേളനം, എന്തിനാണ് ഒരു ആദർശ വിശദീകരണ സമ്മേളനങ്ങളെ സംഘടിപ്പിക്കുന്നത്? അബദ്ധധാരണകളെ പ്രത്യേകിച്ചും യുവതലമുറകളുടെ ജീവിതങ്ങളിലേക്ക് കുത്തിവെക്കുന്ന സാഹചര്യത്തിൽ ആ കടകളെ ആരംഭത്തിൽ തന്നെ പിഴുതെറിയേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നവോത്ഥാന സംരംഭങ്ങൾക്ക് നമ്മൾ ശക്തി പകരേണ്ടതുണ്ട്. ഇനിയും ശക്തിയോടുകൂടി കരുത്തോടുകൂടി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ആ ഒരു വിടവിലേക്ക്, ആ ഒരു സ്പേസിലേക്ക് ചന്തികളും ചവറുകളും കടന്നു വരുന്നതിനെ നാം ഓരോരുത്തരും ഭയപ്പെടുക. നവോത്ഥാനം എന്ന പേരിന് വേണ്ടി സമൂഹത്തിൽ മറ്റാരും അടിപിടി കൂടേണ്ടതില്ല. നിങ്ങൾക്കുള്ള പേരുകൾ സമൂഹം തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് യാഥാസ്ഥികതയാകാം, അല്ല എങ്കിൽ നവയാഥാസ്ഥികതയാകാം. ഏതായിരുന്നാലും അതിനു വേണ്ടിയുള്ള അടിപിടികളായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിന്ന് മാറി നിങ്ങൾ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുകൂടി നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിൽ നമുക്കറിയാം, സ്വാർത്ഥവാഹക സംഘങ്ങളെ തകർക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തകർത്തെറിയാനും നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേർ, ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘങ്ങൾ കുരച്ചു നിന്നിട്ടും അവിടെയൊന്നും പിന്നോട്ട് പോകാതെ ആദർശത്തിന്റെ വെളിച്ചം കൊണ്ട് മുന്നോട്ട് പോയ ഒരു പാരമ്പര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരളക്കരയിലെ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജിന്നബാധയും സിഹർ കൂടലുമൊക്കെ അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, മെഡിസിന് പഠിക്കുന്ന, കൊമേഴ്സ് പഠിക്കുന്ന, അതുപോലെ ഫിലോസഫി പഠിക്കുന്നവരോട് നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ടതില്ല, ആട് മേയ്ക്കാൻ പോയിക്കോ, അല്ല എങ്കിൽ എന്തെങ്കിലും ചെറുകിട കച്ചവടങ്ങളുമായി മുന്നോട്ട് പോയിക്കോ എന്ന് പറയുന്നവരോട് ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞു, അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നു, യു ഷുഡ് സ്പീക്ക് ഇൻ അറബിക്, അറബി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ
എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ വഴിത്താരകളെ തകർക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ശക്തിയുക്തം ഈ ആദർശവുമായിട്ട് മുന്നോട്ട് പോകാൻ MSM കേരള നേതൃത്വ മുജാഹിദീനെ കീഴെ ISMനോടൊപ്പം നിന്നുകൊണ്ട് അതുപോലെ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതോചിതമായ നിർദ്ദേശങ്ങൾ കീഴെ MSM ഉണ്ടാകുമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മുടിയെടുത്ത് മടിയിൽ വെച്ച് മുടിചൂടാമന്നന്മാരായി കേരളക്കരയിലെ മുസ്ലിം സമുദായത്തെ മുടിപ്പിക്കാൻ കേരള യാത്ര നടത്തിയവരും മുടിക്കെട്ട് കിട്ടാത്തതിന്റെ പേരിൽ മടിക്കുത്തഴിച്ച് കേരള വിമോചന യാത്ര നടത്തിയവരും ആ മുടിക്കെട്ട് പ്രവാചകന്റേതാണെന്നറിഞ്ഞാൽ ആ മുടിയിട്ട വെള്ളം കുടിക്കുന്നിടത്ത് ഒന്നാമത്തെ സൊഫിൽ കിഡ്നി വിറ്റുകൊണ്ട് ആ വെള്ളം കുടിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന ജിന്ന് ചികിത്സക്കാരും പല്ലുപിടുത്തക്കാരും ഒക്കെ ഒരേ അന്ധവിശ്വാസത്തിന്റെ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നവരാണെന്ന ബോധം, കൃത്യമായ ആദർശത്തിന്റെ ബോധം നിങ്ങൾക്കുണ്ട് എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വാക്കുകൂടി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണോ? കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന്റെ കീഴിൽ ജീവിക്കാൻ ഇന്ന് നിങ്ങളുടെ MSMകാർക്ക് സാധിക്കുന്നില്ല. KNM വിളിക്കുന്ന മീറ്റിംഗിന് MSM വരുന്നില്ല. ISM വിളിക്കുന്ന മീറ്റിംഗിന് കൂടെ പോകാൻ KNMകാരും തയ്യാറാകുന്നില്ല. എന്ത് പറ്റി? ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് ഇത്രമാത്രം പ്രശ്നങ്ങളും അധപതനത്തിന്റെയും അപരാധത്തിന്റെയും ബോധങ്ങൾ സംഭവിച്ചുവെങ്കിൽ ആദർശത്തിന്റെ വെളിച്ചത്തിൽ നിന്നോ നിങ്ങൾ തെന്നിമാറിയിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇത്തരത്തിലുള്ള ആദർശ പ്രബോധന രംഗത്ത് ശക്തിയുക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 2012 നവംബർ 3-4 തീയതികളിൽ എറണാകുളത്ത് വെച്ച് MSMന്റെ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നന്മയുടെ മാർഗത്തിൽ, ധർമ്മത്തിന്റെ മാർഗത്തിൽ ആദർശ രംഗത്ത് ഉണർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പടയണിയുമായി പടപ്പുറപ്പാട് നടത്താൻ തന്നെയാണ് MSMന്റെ തീരുമാനം. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ആദർശത്തിന്റെ വെളിച്ചത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തന പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചുറപ്പ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.